ട്രാവൻകൂർ സിമന്റ്സിന്റെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. ഭൂമി വിൽപ്പനയുടെ ടെൻഡർ സ്വീകരിക്കാൻ സർക്കാർ അനുമതി ലഭിച്ചതായി ചെയർമാൻ ബാബു ജോസഫ് മീഡിയ വണിനോട് പറഞ്ഞു. ട്രാവൻകൂർ സിമന്റ്സിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനാണ് കാക്കനാട് വാഴക്കാലയിലെ 2.79 ഏക്കർ ഭൂമി വിൽക്കാൻ കമ്പനി തീരുമാനിച്ചത്. ഇതിനായി ആഗോള ടെൻഡർ ക്ഷണിച്ചു. വിദേശ പത്രങ്ങളിൽ പരസ്യം നൽകിയത് വിവാദമായിരുന്നു. എന്നാൽ ടെൻഡർ സമർപ്പിക്കേണ്ട തീയതി അവസാനിച്ചപ്പോൾ ലഭിച്ചത് ഒരു ടെൻഡർ മാത്രം. ഇതോടെയാണ് ഭൂമി വിൽപ്പന പ്രതിസന്ധിയിലായത്. തുടർന്ന് ഏക ടെൻഡർ സ്വീകരിക്കാൻ കമ്പനി സർക്കാർ അനുമതി തേടുകയായിരുന്നു. 3 പ്രാവശ്യം ടെൻഡർ നൽകിയതിന് ശേഷമായതുകൊണ്ട് നിയമാനുസരണം 3ാമത്തെ ടെൻഡർ പൊട്ടിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ സിംഗിൾ ടെൻഡർ ആയിരുന്നു. അതിൻ്റെ തുക എത്രയാണെന്ന് നമുക്ക് ഇപ്പോൾ തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതിനല്പം അതിൻ്റേതായിട്ടുള്ള താമസം വരും. അപ്പോൾ ഏതായാലും അത് ടെൻഡർ കൊടുക്കുവാനായിട്ട് അത് ഉറപ്പിക്കാൻ ബോർഡ് തീരുമാനിക്കുകയും ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് അത് എത്രയും പെട്ടെന്ന് സ്ഥലം വിൽക്കാനുള്ള തീരുമാനം ഉടൻ ഉണ്ടാകും. 40 കോടി രൂപ ഭൂമി വിൽപ്പനയിലൂടെ കണ്ടെത്താനാണ് ശ്രമം. 22 കോടിയോളം ബാധ്യതയുണ്ട്. ഇത് നൽകിയ ശേഷം ബാക്കി തുക പ്രവർത്തന മൂലധനമാക്കുകയാണ് ലക്ഷ്യം. എത്ര തുകയ്ക്കാണ് ടെൻഡർ ലഭിച്ചതെന്ന കാര്യം പരസ്യപ്പെടുത്താൻ സാങ്കേതിക കാലതാമസമുണ്ട്. ഭൂമി വിൽപ്പനയിൽ യൂണിയനുകൾ കമ്പനിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ വൈകുന്നതിൽ യൂണിയനുകൾ ആശങ്കയിലാണ്. മീഡിയ 1 കോട്ടയം.